ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നുള്ളത്. പക്ഷേ പലർക്കും ഇത് എന്താണെന്നുള്ളത് മുഴുവനായിട്ടും അങ്ങോട്ട് അറിയില്ല. അതായത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാണ്, എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അതായത് ബിസിനസ്സിലെ ഇപ്പോൾ പല പല അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. എന്താണ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ്സിലെ ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഒരു അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ അക്കൗണ്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ക്യാഷിനൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും, പർച്ചേസിനൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അക്കൗണ്ട് പറഞ്ഞാൽ അതിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ലെഫ്റ്റ് പാർട്ടും ഉണ്ടായിരിക്കും, റൈറ്റ് പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ലെഫ്റ്റിലുള്ളതിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുക, അതിൻ്റെ റൈറ്റിലുള്ളതിനെ നമ്മൾ ക്രെഡിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അതേപോലെ അടുത്ത സൈഡിലുണ്ടായിരിക്കും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അപ്പോൾ ഇതിലെന്താണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്താണ്, ക്രെഡിറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ നമുക്ക് ഒരു സാലറിയുടെ ഒരു അക്കൗണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാലറി നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യണത്, സാലറി എന്നുള്ള അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എഴുതി എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് സാലറിയെ ഡെബിറ്റ് ചെയ്തു പറഞ്ഞാൽ നമ്മൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എമൗണ്ട് കാണിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഡെബിറ്റ് സൈഡ് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എമൗണ്ട് കാണിക്കുക. ഇനി ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് വിചാരിക്കുക, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് ലോണ് പറഞ്ഞാൽ ബാധ്യതയാണ്, അതിന് ക്രെഡിറ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണ് കാണിക്കുക, ബാങ്ക് ലോണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുക, റൈറ്റ് സൈഡിൽ, അതായത് ക്രെഡിറ്റിലാണ് നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാ അക്കൗണ്ടുകളെയും നമ്മൾക്ക് 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. അതായത് ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിലെന്താണ്, എപ്പോഴും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും, അപ്പുറത്ത് എന്താണ്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും എന്താണ്, ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഈ ട്രാൻസാക്ഷനെയൊക്കെ നമ്മൾക്ക് 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. അതായത് ഏതൊരു അക്കൗണ്ട് എടുത്താലും ഈ 5 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി പറയുന്നത് അസറ്റാണ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിന് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അസറ്റിൽ വരിക, ക്യാഷ് ഒരു അസറ്റാണ്, ബാങ്ക് ഒരു അസറ്റാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്, ബിൽഡിംഗ് ഒരു അസറ്റാണ്. അതായത് എന്തെല്ലാം ബിസിനസ്സിൽ സ്വന്തമായിട്ടുണ്ടോ അതിനെയൊക്കെ നമ്മൾക്ക് അസറ്റ് കാറ്റഗറിയിൽ പെടുത്താം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്, ചെലവാണ്. എന്താണ് പ്രധാന ചിലവെന്ന് പറയുന്നത്, എന്താണ്, പർച്ചേസ് ഒരു ചിലവാണ്, സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. ഇതൊക്കെ എന്താണ്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കാറ്റഗറിയിലാണ് വരിക. തേർഡ് വൺ എന്താണ്, ലയബിലിറ്റിയാണ്. എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതയാണ്. നമ്മളെല്ലാം ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയുടെ മാത്രമാണ് കാണുള്ളൂ. അതായത് ഓണറുടെ പോയിന്റ് ഓഫ് വ്യൂയുടെ അല്ല, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയുടെയാണ് കാണുക. അപ്പോൾ ബിസിനസ് എന്താണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് എന്താണ്, കൊടുക്കണം. അപ്പോൾ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ബാധ്യതയാണ്. അപ്പോൾ ബാങ്ക് ലോൺ ഉണ്ടായിരിക്കും, അതേപോലെ പേഴ്സണൽ ലോൺ ഉണ്ടായിരിക്കും. ഫോർത്ത് വൺ പറഞ്ഞാൽ എന്താണ്, ഇൻകമാണ്, വരുമാനമാണ്. ബിസിനസ്സിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് ആണ്. അതേപോലെ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ടായിരിക്കും, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇൻകം കാറ്റഗറിയിൽ പെടുക.
ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലാണ്. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനമാണ്. അതായത് ഓണർ ബിസിനസ്സിലേക്ക് ഇറക്കിയതിനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, ബിസിനസ്സിന് ഓണറോടുള്ള ബാധ്യതയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും ബാധ്യത തന്നെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ ഈ ലയബിലിറ്റി എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ലയബിലിറ്റിയാണ്. അതായത് ബിസിനസ്സിന് പുറത്തേക്കുള്ള ലയബിലിറ്റിക്കാണ് നമ്മൾ ഈ ലയബിലിറ്റി എന്ന് പറയുക. എന്നാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഓണറോടുള്ള ബാധ്യതയ്ക്കാണ് ക്യാപിറ്റൽ എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിനും എക്സ്പെൻസിനും. അപ്പം നമ്മൾ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഈ 5 ഗ്രൂപ്പുകളിൽ അസറ്റ് എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എപ്പോഴും എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താണ്, അസറ്റ് എക്സ്പെൻസിന് എന്താണ്, എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ലയബിലിറ്റി ഇൻകം ക്യാപിറ്റലിന് എന്താണ്, എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ സാലറിയുടെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ സാലറി നമ്മൾ പറഞ്ഞു ഒരു എക്സ്പെൻസ് ആണ്, അതിനെന്താണ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതെന്താണ് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സാലറിയുടെ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് എപ്പോഴും എന്താണ് ഡെബിറ്റിലാണ് നമ്മുടെ എമൗണ്ട് കാണിക്കുക. അപ്പോൾ ഡെബിറ്റിലാണ് എന്ത്, ക്രെഡിറ്റിനെക്കാട്ടിലും എപ്പോഴും കൂടിയിട്ട് നിൽക്കുക. കാരണം എല്ലാതും നമ്മൾ എന്താണ് എൻട്രി വരിക, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി കൊടുക്കുമ്പോൾ സാലറി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്താണ് പോയി, അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്താ ചെയ്ത്, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ സാലറിയുടെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് കാണിക്കുക, ടു ക്യാഷ്. അപ്പോൾ സാലറി നമ്മൾ എന്താണ് ഡെബിറ്റിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ സാലറിയുടെ അക്കൗണ്ടിൽ എപ്പോഴും എന്താണ് ഡെബിറ്റ് ആയിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ഏതിനെക്കാട്ടിലും, ക്രെഡിറ്റിനെക്കാട്ടിലും എപ്പോഴും കൂടുതൽ ഡെബിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, സാലറിക്ക് എപ്പോഴും എന്താണ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ബാങ്ക് ലോണിൻ്റെ കാര്യം നോക്കാം. ബാങ്ക് ലോൺ എന്താണ്, ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റിക്ക് എപ്പോഴും എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് എപ്പോഴും ഡെബിറ്റ് ബാലൻസിനെക്കാട്ടിലും, അപ്പോൾ എപ്പോഴും ഡെബിറ്റ് സൈഡിനേക്കാളും എപ്പോഴും എന്താണ് ക്രെഡിറ്റിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് സൈഡിലാണോ കൂടുതലുള്ളത് അതിന് ആ ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സാലറിക്ക് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ ഉണ്ടാവുക എപ്പോഴും, അതുകൊണ്ട് സാലറിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ബാങ്ക് ലോൺ എന്താണ്, ഒരു ബാധ്യതയാണ്, അതിനെപ്പോഴും ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനും എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സാലറിക്ക് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ളതിനെ നമ്മൾ എന്താണ് വീണ്ടും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡെബിറ്റ് ആണ് ചെയ്യുക. അതായത് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ഉള്ളതിനെ എന്താണ് നമ്മൾ എമൗണ്ട് കൂട്ടുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആ അക്കൗണ്ടിനെ നമ്മൾ എന്താണ് വീണ്ടും ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ അതൊന്ന് കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് വിചാരിക്കുക, നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ റെൻറ്റ് കൊടുത്തു. അപ്പോൾ റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്താണ് ഉണ്ടായത്, ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ റെൻറ്റിനെ എന്ത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്, അതിന് ഓൾറെഡി ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഇനി റെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ റെൻറ്റ് ഇനിയും വർദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് റെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെൻറ്റിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് എന്താണ് ഉണ്ടായത്, ക്യാഷിന് ഓൾറെഡി എന്ത് ബാലൻസ് ആണുള്ളത്, ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. റെൻറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ക്യാഷ് കുറയുകയാണ് ചെയ്യണത്. അപ്പോൾ ക്യാഷിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ് ₹1000. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്, ഒരു ഇൻകമാണ്. ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ് എപ്പോഴും ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇനി ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യണം. കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് എന്താണ് ഉണ്ടായത്, ക്യാഷ് എന്താണ് കൂടുകയാണ് വേണ്ടത്. ക്യാഷ് ഓൾറെഡി ഒരു അസറ്റാണ്, അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. വീണ്ടും അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ക്യാഷ് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.